നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. 2025-2026 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചവരെയും +2 CBSE പരീക്ഷകളിൽ 90% കൂടുതൽ മാർക്ക് ലഭിച്ചവരുമായ നാട്ടിക പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും IIT JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ 2ാം റാങ്ക് ലഭിച്ച വൈഷ്ണവ് ENK, ഐടെക്സ് 2025 ഗോൾഡ് മെഡൽ ലഭിച്ച നിഹാൽ ആഷിഖ് എന്നിവരെയുമാണ് വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചത്. ബാങ്കിന്റെ ബീച്ച് ബ്രാഞ്ച് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ഗീതാ ഗോപി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TR വിജയരാഘവൻ, സെക്രട്ടറി TD സുമി, ബാങ്ക് ഡയറക്ടർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. 46 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. എൻ്റെ കുട്ടികൾ പ്രിയപ്പെട്ടവർ നല്ല രീതിയിൽ പരിശ്രമിച്ചു. ഇതൊരു ട്രെൻഡായി പേരൻസ് ഒപ്പം തന്നെ മൊബൈലും ടിവിയും എല്ലാം മാറ്റി വെച്ചു. ജീവിതത്തിന്റെ ലക്ഷ്യത്തിലെത്താൻ മകൾക്ക് മകനെ കൊടുക്കുന്ന മോറൽ സപ്പോർട്ട് അതാണ് ജീവിതത്തിൽ നിസ്സാരമല്ല എന്ന് നിങ്ങൾ തിരിച്ചു. അതുകൊണ്ട് നല്ല നാളും നല്ല വഴികളെയും ചിന്തിച്ചു പോകാൻ ആദ്യം എൻ്റെ കുഞ്ഞുങ്ങൾ ചുവട് വയ്ക്കുന്നത് കുടുംബത്തിൽ തന്നെയാണ്. ആ കുടുംബമാണ് അവരെ സപ്പോർട്ട് ചെയ്തെങ്കിൽ അവരുടെ വിജയം അത്യുന്നതത്തിൽ എത്തിയെന്നുള്ള യഥാർത്ഥ വസ്തുതയിൽ ഇന്ന് ഈ സദസ്സിൽ നമ്മൾ കാണുന്നു. ഒരു കാര്യം മനസ്സിലാക്കി, കുട്ടികളെ അണിച്ചൊരുക്കി അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സും ഭക്ഷണം പറഞ്ഞുവിടുന്ന പേരൻസിലും ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ നാളെ ഒരു നല്ലൊരു പ്രൊഫഷണൽ കോഴ്സിൽ ചെല്ലുമ്പോൾ ജീവിത ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ മാത്രം വിചാരിക്കണമെന്ന്. അതൊരിക്കലും തട്ടിത്തെറിപ്പിക്കരുത്. അതൊരിക്കലും പ്രലോഭനങ്ങളിൽ പോകാൻ പാടില്ല. ഇപ്പൊ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കൂട്ടുകാർ ഒന്നിച്ച് സുഖത്തിനെ കഴിക്കുന്നു, ഉപയോഗിക്കുന്നു. ആ കൂട്ടുകാർ തന്നെ തമ്മിൽ അടിക്കുന്നു, പരസ്പരം മരിക്കുന്നു. അതുമില്ലാതെ വീട്ടിലെത്തുന്ന പൈസയ്ക്ക് വേണ്ടി അമ്മയെ കയറ്റുന്നു, പേരൻസിനെ ആഘോഷിക്കുന്നു, പേരൻസിനെ ശകാരിക്കുന്നു, പിന്നെ ഉള്ളത് അവരെ മർദ്ദിക്കുന്നു, പിന്നെ അവരെ കൊലപ്പെടുത്തുന്നു. ഇതാണ് മയക്കുമരുന്ന് മദ്യത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഭവം. അതല്ല ജീവിത